ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ കുഞ്ഞുങ്ങളെ നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജാനുവരി 9, ഈ മാസത്തെ 9-ാമത്തെ ദിവസം, ഈ വർഷത്തെയും 9-ാമത്തെ ദിവസം, വെള്ളിയാഴ്ച. ഇന്ന് ധ്യാന വിഷയമായി എടുക്കുന്നത് മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല, സ്വർഗവും നരകവും ഒരു യാഥാർത്ഥ്യം. മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല, സ്വർഗവും നരകവും ഒരു യാഥാർത്ഥ്യം. മരണശേഷം ഒരു ജീവിതമുണ്ടോ? ഉണ്ടെങ്കിൽ അതെവിടെ? മരിച്ച മനുഷ്യൻ ജീവിക്കുമോ? മരണത്തോടെ എല്ലാം തീർന്നു എന്നും മാനസാന്തരം ഒന്നുമില്ല എന്നും മൃഗങ്ങളെപ്പോലെ തന്നെ മനുഷ്യരും നശിക്കുന്നുവെന്നും പുനർജന്മത്തിൽ എന്തൊക്കെയോ ആയിത്തീരുന്നുവെന്നും ചിലർ കരുതുന്നുണ്ട്. സകല ചോദ്യത്തിനും ഉത്തരം ബൈബിളിലുണ്ട്. ബൈബിളിൽ ദൈവത്തിൻ്റെ സത്യവചനങ്ങളാണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. സങ്കീർത്തനങ്ങൾ 119 160 വാക്യം നോക്കുമ്പോൾ നമുക്ക് അത് കൃത്യമായി മനസ്സിലാകും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവസാദൃശ്യത്തിൽ ശരീരം, പ്രാണൻ, ആത്മാവ് എന്നിവയോട് കൂടിയാണ്. ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോവുക, രോഗദുഃഖങ്ങൾ അനുഭവിച്ച് കഷ്ടപ്പെടുക, ഇവയൊന്നും മനുഷ്യനെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളായിരുന്നില്ല. മറിച്ച് ദൈവത്തോടു കൂടെ നിത്യമായി ജീവിക്കണമെന്നായിരുന്നു. മനുഷ്യവാസയോഗ്യമായി ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ മനുഷ്യനെ ആക്കിയപ്പോൾ ചില നിയമങ്ങളും കൊടുത്തിരുന്നു. ആദാമിന് ദൈവം തുണയായി കൊടുത്ത ഹവ്വായുടെ അടുത്ത് സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ വന്നു പ്രേരിപ്പിച്ചപ്പോൾ ദൈവം തിന്നരുത് എന്ന് പറഞ്ഞിരുന്ന വൃക്ഷത്തിൻ്റെ ഫലം അവർ തിന്നതായി നാം ബൈബിളിൽ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു പാപം ചെയ്തതുകൊണ്ട് ദൈവം 3 പേർക്കും ശിക്ഷ കൊടുത്തു. പാമ്പിനോട് നീ ഉരസുകൊണ്ട് ഗമിച്ച് പൊടി തിന്നും എന്നും, സ്ത്രീയോട് നീ വേദനയോടെ മക്കളെ പ്രസവിക്കുമെന്നും, ആദാമിനോട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു, ഭൂമിയിൽ നിന്ന് മുള്ളും പറക്കാരെയും മുളയ്ക്കും, നീ മരിച്ച് പൊടിയിലേക്ക് തിരികെ ചേരും എന്നും പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 3:14 ഇത് നമുക്ക് കാണാൻ സാധിക്കും. ദൈവവചനം സത്യമത്രേ. പാമ്പ് ഉരസുകൊണ്ട് ഗമിക്കുന്നു, സ്ത്രീകൾ വേദനയോടെ മക്കളെ പ്രസവിക്കുന്നു, ഭൂമിയിൽ നിന്ന് മുള്ളും പറക്കാരെയും ഇന്നും മുളച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്ക് ഏവർക്കും അറിയാം. ഏക മനുഷ്യനാൽ, അതായത് ആദാം, പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു. ആദം മൂലം സകല മനുഷ്യരും പാപത്തിന് വിധേയപ്പെട്ടതിനാൽ മരണം സകല മനുഷ്യരിലേക്കും പടർന്നുവെന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 12 പറയുന്നുണ്ട്. ഭൂമിയിൽ ജനിക്കുന്ന ഓരോ വ്യക്തിയെയും ആദാമ്യ പാപഫലമായ ആത്മീയ മരണവും ശാരീരിക മരണവും പിന്തുടരുന്നു. എന്നാൽ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാൻ ദൈവം ഇച്ഛിക്കുന്നു എന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ദൈവം മനുഷ്യർക്ക് ഒരുക്കിയ രക്ഷ പുണ്യകർമ്മങ്ങളോ നേർച്ച കാഴ്ചകളോ തീർത്ഥയാത്രകളോ മറ്റ് യാതൊരു പ്രവൃത്തികളോ കണ്ടു നേടുവാൻ കഴിയാത്തതിനാൽ മനുഷ്യരെ രക്ഷിക്കുവാനായി ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. ക്രൂശിൽ മരിക്കപ്പെട്ട് 3-ാം നാൾ മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ കല്ലറ മാത്രം ഇന്നും തുറന്നു കിടക്കുന്നതായിട്ട് നമുക്ക് ഏവർക്കും അറിയാം. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന്. ലോകമാസകലം അംഗീകരിക്കുവാൻ തക്കവണ്ണം ലോകചരിത്രത്തെ BC എന്നും AD എന്നും 2-ആയി വിഭജിച്ച് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ഒരു മതം സ്ഥാപിക്കുവാനല്ല, മറിച്ച് പാപത്തിൻ്റെ പടുകുഴിയിൽ പതിച്ച മനുഷ്യ സമൂഹത്തെ ദൈവത്തോട് നിരപ്പിച്ചു രക്ഷിക്കുവാനാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല എന്ന് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നാം ഇതൊക്കെയും ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, നാം ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിച്ച് അവൻ കാണിച്ചു തന്നതായ പാതയിലൂടെ നാം ജീവിക്കുന്നുവെങ്കിൽ
ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. ആ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ ലോക ജീവിതം നമുക്ക് സഫലമാക്കുവാനും ബാക്കിയുള്ള ജീവിതം വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച് ശക്തി കൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിച്ച് ഈ ലോക ജീവിതം സഫലമാക്കുന്നതിനും സ്വർഗരാജ്യത്തിലൊരു അവകാശിയാകുന്നതിനും നമുക്ക് സാധിക്കും എന്നതിന് രണ്ടഭിപ്രായം ഉണ്ടാകുകയില്ല. അതിനുവേണ്ടി നാം ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും മറ്റുള്ളവർക്ക് ദോഷം ആയി വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ വിട്ടുകളയുകയും ആണ് വേണ്ടത്. അതിനുവേണ്ടി നാം ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതിയാവും. മറ്റുള്ളവർ എനിക്ക് ചെയ്യരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നും തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ പകുതി ക്രിസ്ത്യാനിയായി എന്ന് നമുക്ക് ധരിക്കാം. ബാക്കി നമ്മുടെ സൽപ്രവൃത്തി കൊണ്ടും നമ്മുടെ ഇടപെടലുകൾ കൊണ്ടും നമ്മുടെ ഇടപെടാതെയുള്ള പ്രാർത്ഥന കൊണ്ടും നമുക്ക് ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട് ഇവിടെ ജീവിക്കുവാൻ സാധിക്കും. അങ്ങനെ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനിയുള്ള ജീവിതം മാറ്റിവെക്കാം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.